വെച്ചാൽ ക്നാനായ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ എല്ലാവർക്കും വലിയ വേദനയാണ്. സഫിയോന്റെ തിരുമേനിയും മറ്റു പിതാക്കന്മാരും ക്നാനായ സമുദായത്തിലെ തിരുമേനിമാരും അവിടുത്തെ അൽമായ നേതൃത്വം രണ്ട് വിഭാഗമായിട്ട് നിൽക്കുന്നു. അത് വലിയ വേദനയാണ്. ആദ്യകാലം മുതൽക്ക് പരിഹാരങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവിടെയും ക്നാനായ സമുദായത്തിലെ വൈദികരും അതുപോലെ തന്നെ അൽമായരും വിശ്വാസി സമൂഹവുമൊക്കെ ഈ ഇടവകയിലും വന്ന് സംബന്ധിക്കുന്നുണ്ട്. നമ്മുടെ സഭയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധ സിംഹാസനമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഹൈറാർക്കി, അതിന്റെ ഒരു അതോറിറ്റി, ഏറ്റവും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധ പാത്രീരിക്കീസ് ബാവയാണ്. പരിശുദ്ധ സിംഹാസനം, പരിശുദ്ധ പാത്രീരിക്കീസ് ബാവ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതിനെന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടെങ്കിൽ പിന്നീടത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. അതല്ലാതെ അതിന് എതിരെ വ്യവഹാരങ്ങൾക്ക് പോകുന്നതൊന്നും ഒരു ക്രിസ്തീയ മാർഗമല്ല. അവിടെ പിന്നെ നമ്മളും മറുവിഭാഗവുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളത്? അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകണം. അതിനെല്ലാവരും മനസ്സുകൊണ്ട് മാർഗം കണ്ടെത്താൻ പരിശ്രമമുണ്ടാകണം. അവിടെ സ്വാർത്ഥമായ ചിന്തയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയല്ല വേണ്ടത്. എല്ലാറ്റിനും പരിഹാരം കോടതിയും വ്യവഹാരവുമാണെന്ന് ചിന്തിക്കുന്ന മനോഭാവം തെറ്റാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഒരു പരിധി വിട്ട് പ്രൊണൗൺസിയേഷൻ, ജഡ്ജ്മെന്റ് പറയാൻ പരിമിതികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. കോടതി ഡോക്യുമെന്റ്സ്, എവിഡൻസ്, ഇതൊക്കെയല്ല നോക്കണേ. വിശ്വാസപരമായ കാര്യം ഒരു പരിധി വിട്ട് കോടതിക്കൊന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. പരിശുദ്ധ സിംഹാസനവുമായി ബന്ധപ്പെടാൻ നമുക്ക് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. ബാവായുടെ കൽപ്പന എപ്പോഴും ഇറ്റ് ഈസ് ഫൈനൽ. അതിന് വിധേയപ്പെട്ട് അതനുസരിച്ച് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം വരുത്തി കൊടുക്കാമെന്ന ഉറപ്പ് ഞാൻ ആ സമുദായത്തിന് കൊടുത്തിട്ടുണ്ട്.